ഇന്ദ്രപ്രസ്ഥം പറപ്പിക്കുവാൻ കർഷക സേന. കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി വീണ്ടും കർഷക സമരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ഡൽഹി ചലോ പ്രക്ഷോഭത്തിന് തുടക്കമായി. സൂചി മുതൽ ചുറ്റിക വരെ കല്ല് പൊട്ടിക്കുവാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ പക്കലുണ്ട്. 6 മാസക്കാലത്തേക്ക് വേണ്ട റേഷനുമായിയാണ് ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഹരിയാനയിൽ നിന്ന് വരുന്നവർക്ക് പോലും ആവശ്യമുള്ള ഡീസൽ ഞങ്ങളുടെ പക്കലുണ്ട്. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള കർഷകനായ കർബജൻ സിംഗ് പറഞ്ഞു. 150ഓളം സംഘടനകളുടെ കൂട്ടായ്മയായ കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്തമായാണ് പ്രക്ഷോഭം നടത്തുന്നത്. മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം, MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കൽ, 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക, ലോക വ്യാപാര സംഘടനയിൽ നിന്ന് പിന്മാറുക, മുൻ സമരത്തിനിടെ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, 2020 വൈദ്യുത നിയമം റദ്ദാക്കുക, ലഖിംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, കർഷക സമരത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായ കേസുകൾ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് കർഷകർ ഡൽഹി ചലോ മാർച്ചിൽ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ചർച്ചയിൽ ഒരു ധാരണയും ഉണ്ടായില്ല. മാത്രമല്ല 2 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ പ്രക്ഷോഭവുമായി മുന്നോട്ടിറങ്ങിയത്. മിനിമം താങ്ങുവിലയ്ക്കായി നിയമനിർമ്മാണം, കടം എഴുതിത്തള്ളൽ, സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കൽ എന്നിവയ്ക്കുള്ള നിയമപരമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും കർഷക പ്രതിനിധികൾ ഇത് മുഖവിലക്കെടുത്തില്ല. വിവാദമായ 3 കാർഷിക നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് 2021 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയതോടെയാണ് 13 മാസമായി തുടർന്ന കർഷക പ്രക്ഷോഭം അന്നവർ അവസാനിപ്പിച്ചത്. 9 മാസത്തിന് ശേഷം 2022 ജൂലൈ 12 കേന്ദ്ര സർക്കാർ 22 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. ഇവരിൽ 4 പേർ കേന്ദ്ര സർക്കാർ സെക്രട്ടറിമാരും 4 പേർ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളുമായിരുന്നു. എന്നാൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് സമിതിയിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയില്ല. പ്രക്ഷോഭത്തിന് പിന്നാലെ 6 ഇനം റാബി വിളകൾക്ക് മിനിമം താങ്ങുവില ഉയർത്തുമെന്ന് കഴിഞ്ഞ ഒക്ടോബർ 18 കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വാക്ക് പാലിക്കപ്പെട്ടില്ല. കർഷക സമരം പ്രമാണിച്ച് വൻ സുരക്ഷാ സന്നാഹമാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 12 വരെ ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല. ട്രാക്ടർ മാർച്ച് പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഹരിയാനയിലേക്ക് കടന്നതോടെ ഹരിയാന സർക്കാർ തടഞ്ഞു. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ അംബാലയിൽ സംഘർഷം ആരംഭിച്ചു. സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കർഷകരുടെ സമരത്തിന് ആം ആദ്മി നേതൃത്വം കൊടുക്കുന്ന ദില്ലി സർക്കാരിൻ്റെയും പഞ്ചാബ് സർക്കാരിൻ്റെയും ശക്തമായ പിന്തുണയുണ്ട്. എന്നാൽ ഹരിയാനയിലെ BJP സർക്കാർ സമരത്തിനെതിരാണ്. ഹരിയാന അതിർത്തികൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് അടച്ചിരിക്കുകയാണ്. 7 ജില്ലകളിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും വകവെക്കാതെ 20,000-ഓളം കർഷകർ 2000 ട്രക്കുകളുമായി ദില്ലി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാരുമായി പരമാവധി സഹകരിച്ചുവെന്ന് കർഷക സംഘടനാ നേതാക്കൾ മാർച്ച് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ വീണ്ടും സമരവുമായി എത്തുന്നത്. 2020 13 മാസം നീണ്ടുനിന്ന കർഷക സമരം കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചിരുന്നു. ഇത്തവണ എത്ര മാസം സമരം ചെയ്യേണ്ടി വന്നാലും തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിപ്പിച്ചിട്ടേ പിന്നോട്ടുള്ളൂ എന്ന വാശിയിലാണ് കർഷക സംഘടനാ നേതാക്കൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.